രണ്ട് കാര്യങ്ങൾക്കായിട്ടാണ് ഈ യാത്ര. ഒന്ന്, എയർപോർട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിലും കയറണം. ഏഷ്യാനെറ്റിൽ ഇന്ന് എൻ്റെ ഇൻ്റർവ്യൂ അവരെടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ നേരെ ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിലേക്ക് ചെന്നു. അപ്പോൾ ആ ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിലെ പ്രതിനിധികൾ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ നമ്മളെ സ്വീകരിച്ച് അവരുടെ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോയി. ക്യാമറാമാൻ നമുക്ക് നിർദ്ദേശങ്ങളൊക്കെ തന്നു. അങ്ങനെ നമ്മൾ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു. സോ ഈ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ആഫ്രിക്കൻ ഓപ്പർച്യൂണിറ്റികളെ കുറിച്ചും ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ എങ്ങനെ നമുക്ക് ബിസിനസ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു. യൂറോപ്പിലുള്ളവൻ എന്തിനാണ് ആഫ്രിക്കയിൽ പോയി ബിസിനസ് ചെയ്യുന്നത്? അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പഠിക്കുന്നത്. ഇപ്പൊ ഇവര് പലരും അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നീട് നമ്മൾ മനസ്സിലാക്കിയപ്പം ഈ ഡെവലപ്പ് ആകാത്ത സ്ഥലത്താണ് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. എല്ലാം തികഞ്ഞ നാടിനും നമ്മളെ വലിയ ആവശ്യമില്ല. ഗോൾഡ് ആൻഡ് ഡയമണ്ട് ട്രേഡിങ് നിയമവിധേയമാണ്. ഇപ്പൊ ഡയമണ്ടിന്റെ കേസിലാണെങ്കിൽ അത് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല, നിങ്ങൾക്ക് ഒരു മീൻ ചന്തയിൽ പോയി ബാർഗെയിൻ ചെയ്യുന്നതിനേക്കാൾ മികച്ച രീതിയിൽ ബാർഗെയിൻ ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്ന സാധനമാണ് റഫ് ഡയമണ്ട്. ആഫ്രിക്കയിൽ പലതിനും പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ഇല്ലാത്ത സാഹചര്യമുണ്ട്. അതൊരു 30-40 വർഷം മുമ്പുള്ള ഇന്ത്യയുടെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ, അയ്യോ അന്ന് ഞാൻ ഈ ബിസിനസ് തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഭയങ്കര ഡെവലപ്പ് ആകുമായിരുന്നു. അപ്പൊ ഇനി അങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് പോകാൻ നമുക്ക് ഇന്ത്യയിൽ പറ്റത്തില്ല, പക്ഷെ ആഫ്രിക്കയിലേക്ക് നമുക്ക് പോകാം. ഇവിടുത്തെ പല സ്ട്രഗ്ലിംഗ് പ്രൊഫഷനും അവിടെ ഈ പണം കായ്ക്കുന്ന മരമാണ്.